ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്തൊരു കാട്ടിൽ രണ്ട് തലയുള്ള ഒരു പക്ഷിയുണ്ടായിരുന്നു. രണ്ട് തലയും ഒരു ശരീരവും. ഈ പക്ഷി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വൃക്ഷത്തിൽ നല്ല ചുവന്ന നിറത്തിലുള്ള ഫലം നിൽക്കുന്നത് കാണും. ആ, നല്ല ചുവന്ന നിറത്തിലുള്ള പഴമാണല്ലോ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ തല കൊത്തി കഴിക്കാൻ പോകുമ്പോൾ രണ്ടാമത്തെ തല പറയും, കഴിക്കരുത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, നീ കഴിക്കരുതെന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ തല പറയും, ഇല്ല, നിന്റെ വാക്കൊന്നും ഞാൻ കേൾക്കാൻ പോകുന്നില്ല, ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് കൊത്തി കഴിക്കും. പിറ്റേ ദിവസം ഇങ്ങനെ ഈ പക്ഷി പോകുമ്പോൾ ഒരു മരത്തിൽ കറുത്ത നിറത്തിലുള്ള പഴങ്ങൾ നിൽക്കുന്നത് കാണും. അപ്പോൾ രണ്ടാമത്തെ തല കൊത്തി കഴിക്കാൻ പോകുമ്പോൾ ഒന്നാമത്തെ തല പറയും, ഇല്ല, നീ കഴിക്കരുത്, അത് വിഷമുള്ളതാണ്, നീ കഴിക്കരുത്, നീ കഴിച്ചാൽ അത് നമ്മൾ ചത്തുപോകുമെന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ തല പറയും, ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കഴിക്കില്ലെന്ന്, അപ്പോൾ നീ കഴിക്കാതിരുന്നോ? ഇല്ലല്ലോ, നീ കഴിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കുമെന്ന് പറയും, കൊത്തി കഴിക്കും, മരിച്ചു പോകും. പ്രിയ സുഹൃത്തേ, ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? കുടുംബം എന്ന് പറയുന്നത് അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താക്കൻ, മക്കൾ എന്നിങ്ങനെ ചേരുന്നതാണ് ഒരു കുടുംബം. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തന്നെ പരിഹരിക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ, നീ പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നേ, അങ്ങനെ പറഞ്ഞ് നമ്മൾ പരസ്പരം വാശി കാണിച്ച് അടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാകും നശിക്കുന്നത്. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ കുടുംബങ്ങൾ. താങ്ക് യു.